നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് തമിഴ്നാട്ടിലെ DMK സഖ്യത്തിൽ തർക്കം രൂപപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകൾ പുറത്തുവരുന്നത്. കോയമ്പത്തൂർ സീറ്റ് CPM-ന് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് നിലവിൽ DMK പങ്കുവയ്ക്കുന്നത്. കോയമ്പത്തൂർ സീറ്റ് കമൽ ഹസന് തന്നെ നൽകാനാണ് DMK താല്പര്യപ്പെടുന്നത്. അതേസമയം തന്നെ സിറ്റിംഗ് സീറ്റ് എന്ത് വന്നാലും തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ CPM-ഉം ഉറച്ചു നിൽക്കുന്നു. തങ്ങൾക്ക് തന്നെ ഈ സീറ്റ് വേണം എന്നുള്ള വാശിയാണ് CPM കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ഈ വിഷയത്തിൽ രണ്ടാമതും ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. കോയമ്പത്തൂരിന് പകരം മറ്റൊരു സീറ്റ് CPM-ന് നൽകാമെന്നാണ് DMK ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ CPM DMK-യുടെ ഈ ഓഫർ തള്ളിയിട്ടുണ്ട്. ചർച്ചകൾ തുടരുമെന്ന് CPM നേതാക്കൾ അറിയിക്കുന്നുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമൽ ഹസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യം ഇവിടെ കൂടുതൽ വോട്ടുകൾ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് അവർ ആവശ്യപ്പെടാൻ കാരണം. MNM അവരുടെ ഒരു കോട്ടയായി കാണുന്ന സ്ഥലം കൂടിയാണ് കോയമ്പത്തൂർ എന്ന് മനസ്സിലാക്കുക. DMK ആണെങ്കിൽ ഈ സീറ്റ് കമൽ ഹസന്റെ പാർട്ടിക്ക് നൽകാൻ തയ്യാറുമാണ്. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ CPM അവരുടെ പാർട്ടിയുടെ അടിത്തറ വരെ ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോയമ്പത്തൂർ എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടുത്താൻ CPM താല്പര്യപ്പെടുന്നുമില്ല. അതുകൊണ്ടാണ് CPM ഈ സീറ്റിന് വേണ്ടി തന്നെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കമൽ ഹസൻ ആവട്ടെ കോയമ്പത്തൂരിൽ 1.44 ലക്ഷം വോട്ടുകൾ കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ മക്കൾ നീതി മയ്യത്തിന് കമൽ ഹസന്റെ പാർട്ടിക്ക് DMK മറ്റു ചില ഓഫറുകൾ നൽകിയതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഒന്നെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു രാജ്യസഭാ സീറ്റ് മക്കൾ നീതി മയ്യത്തിന് നൽകുക എന്ന ഓഫറാണ് അവിടെ DMK ഈ MNM-ന് നൽകിയിരിക്കുന്നത്. കമൽ ഹാസൻ സംസ്ഥാനത്തൊട്ടാകെ ശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടാവണം എന്ന ഒരു കടുംപിടുത്തം കൂടി DMK മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തർക്കം വളരെ രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം സീറ്റ് തന്നെ DMK നൽകുന്നുണ്ട്. നാമക്കൽ മണ്ഡലമാകട്ടെ കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷിക്ക് നൽകാനും തീരുമാനമായിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ സൈബർ സഖാക്കൾക്കൊക്കെ പിണറായി വിജയൻ എന്ന വിപ്ലവ പുരുഷൻ കഴിഞ്ഞാൽ അടുത്തതായി അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അവർ ആഘോഷിക്കുന്നത് സ്റ്റാലിനെയാണ്. അതേ സ്റ്റാലിൻ തന്നെയാണ് ഈ CPM-ന് സീറ്റ് നൽകാതെ അവരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും CPM-ന് കോയമ്പത്തൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. എന്നിട്ട് പോലും അവിടെ സീറ്റ് നൽകുന്നില്ല CPM-ന് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കഷ്ടിച്ച് ദേശീയ പാർട്ടി നിലനിർത്തിക്കൊണ്ട് പോകുന്ന CPM-നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചെറു തർക്കങ്ങൾ പോലും വലിയ തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.